ബ്രോ അപ്പൊ ഇന്ന് എവിടെ പോകാനായിട്ട് എത്തിയേക്കണത്? ഇന്ന് നമ്മളിപ്പോ കൊളംബോന് പോവാണ്. എന്നിട്ട് 4 കൺട്രീസ് അത് കഴിഞ്ഞ് കവർ ചെയ്യും. വലിയ ട്രിപ്പാണല്ലോ, 4 കൺട്രീസ്. പിന്നെ അല്ലാതെ 10 ദിവസം 5 കൺട്രീസ്. ഇത് എങ്ങനെയാ പ്രോഗ്രാം? അത് നമ്മളെ ഒരു ട്രാവൽ പാർട്ണർ ഉണ്ട്, ട്രിനിറ്റി ഇന്റർനാഷണൽ ടൂർസ് ആൻഡ് ട്രാവൽസ്. ട്രിനിറ്റി ഇന്റർനാഷണൽ ടൂർസ് ആൻഡ് ട്രാവൽസ്. അപ്പൊ ആ വഴി പോവാണ്. അതെ അതെ. അപ്പൊ ഞാനും കുറച്ച് യൂട്യൂബിന് വേണ്ടി കുറച്ച് ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് പൊളിക്കാനായിട്ട്. ബ്രോ യൂട്യൂബർ ആണല്ലേ? ഞാൻ ചെറിയൊരു യൂട്യൂബറാണ്. വിഷ്വൽ വൈബ്സ് അല്ലേ? ഓൾ ദി ബെസ്റ്റ് ബ്രോ. പിന്നെ അപ്പൊ ഈ ബിഗ് ബോസിന്ന് ഇറങ്ങിയതിന് ശേഷം അപ്പൊ ടൂറും? അതെ അതെ അതെ, തുടങ്ങിയിട്ടേ ഉള്ളു. ഇതാണ് ഫസ്റ്റ് ബിഗ് ബോസിന് ശേഷമുള്ള ടൂർ. അതെ, ഇനി നിറച്ച് ടൂറും പ്രോഗ്രാംസും ഒക്കെ ഉണ്ടാവട്ടെ. അങ്ങനെ ആവട്ടെ. പൊന്നായിരിക്കട്ടെ. ഇത് ഏതാ ഫ്ലൈറ്റ്? എനിക്ക് ശ്രീലങ്കൻ. ശ്രീലങ്കനായിരിക്കും. അപ്പൊ എത്ര ദിവസം ഡീറ്റെയിൽസ് ഒന്ന് ട്രിപ്പിന്റെ നമുക്കൊരു ഇറ്റിനറി ഒക്കെ ഉണ്ട്. ഐറ്റിനറി ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന്. അയ്യോ, അത് പറയുന്നത് കുറച്ച് എലാബറേറ്റ് ആണ്. അത് പറഞ്ഞ ഇങ്ങനെ തീർക്കാൻ നടന്നിട്ട്. എന്തായാലും ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രീലങ്ക വെച്ചാണ്. കൊളംബോയിൽ പോയി ലാൻഡ് ചെയ്യും. അതെ അതെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മലേഷ്യ പോകും. ഓക്കെ ഓക്കെ ബ്രോ, എനിക്കത് പോകണം പെട്ടെന്ന്. ആദ്യം 1,19,000 പാക്കേജ്. ഈ പാക്കേജ് ഇന്ത്യയിൽ ആരും ഈ റേറ്റിന് ചെയ്യത്തില്ല. നല്ല റൂംസ്, നല്ല ഫുഡ്, എന്തുകൊണ്ട് നല്ല രീതിയിലാണ് നമ്മൾ ഈ പാക്കേജ് ചെയ്യുന്നത്. ഇതാരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്, ശ്രീലങ്കയിൽ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ ചെന്നിട്ട് അവിടെ കാത്ത് നമ്മൾ ഇതേപോലെ ഒരു രോഗം കണ്ട് നമ്മൾ അവിടെ ഗൈഡ് കാത്തിരിക്കും. ആ ഗൈഡിനോട് പോവുക, ഫുഡ് കഴിക്കുക, സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ വെളുപ്പിന് 5 മണിക്ക് തന്നെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കണം. 5 മണിക്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരു 5:45, 6 മണിയാകുമ്പോൾ എയർപോർട്ടിൽ എത്തും. 7:40 ഫ്ലൈറ്റ്. അവിടെ നിന്ന് കയറി മലേഷ്യ എത്തുമ്പോൾ നമ്മൾ അടിപൊളിയായിരിക്കും ടൂറെല്ലാം. ഇപ്പം ഞാൻ ശ്രീലങ്കനെ കേസിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ വെളുപ്പിനെയൊക്കെ വന്ന് ടയർഡായി അവിടെ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമം പോലെയൊക്കെ ആയിരിക്കും. എന്നാലും മാക്സിമം സ്ഥലങ്ങളെല്ലാം നിങ്ങൾ ശ്രീലങ്ക കൊണ്ട് കാണാൻ പറ്റും. നമ്മൾ മാക്സിമം ഒരു 6 മണിക്കൂർ ടൂറാണ് മൊത്തത്തിൽ ശ്രീലങ്കയിൽ. അത് മൊത്തം കാണിച്ച് നിങ്ങളെ ഹോട്ടലിൽ അവിടെ തന്നെ ഡിന്നറെല്ലാം ഹോട്ടലിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലഞ്ച് നമ്മൾ ഈ പറയുന്ന പോലെ ബൊഫയാണ്. അത് നമ്മുടെ ഈ പിന്നെ ശ്രീലങ്കയിൽ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ കൊണ്ടുപോകും എല്ലാ കാര്യങ്ങളും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ചിലർ ചോദിക്കും, അയ്യോ 1,19,000 രൂപയ്ക്ക് ഇതെല്ലാം നടക്കുമെന്നൊക്കെ ചിന്തയൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം നടക്കും. അതാണ് നമ്മളെ ക്യാപ്ഷൻ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ ക്യാപ്ഷനുകൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ 1,19,000 പാക്കേജാണ്. നമുക്ക് സംശയമില്ല. ഓക്കെ. അപ്പൊ കൂടുതൽ പേര് വന്നിരിക്കുന്നത് നേരത്തെ വന്ന ടൂറിൽ കുറെ അനുഭവങ്ങൾ പറഞ്ഞിട്ട് വന്നവരുണ്ട്, അല്ലാതെ നമ്മളെ പുതിയ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ട് വന്നവരുണ്ട്. അങ്ങനെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ആൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കണം. പിന്നെ സാറേ അത് പറ്റത്തില്ല, ഇത് പിന്നെ ഹായ് ബ്രോ. അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് തന്നെ 5 കൺട്രീസ് ആണ് കവർ ചെയ്യണത്. 5 കൺട്രീസ്. അടിപൊളി. രേണുസുതിയൊക്കെ ഒരു 3-4 ഇന്റർനാഷണൽ ട്രിപ്പ് കഴിഞ്ഞു. രേണു ചേച്ചി ഇത് കാണുന്നെങ്കിൽ ഞാൻ അന്വേഷിച്ച് നമുക്കൊരു വേറെ ട്രിപ്പ് പഠിക്കണം. ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തേക്കാം. അപ്പൊ രേണു ചേച്ചിനെ പോലെ കൈ നിറച്ച് ട്രിപ്പും പ്രോഗ്രാംസ് ഒക്കെ ആവട്ടെ. പൊന്നായിരിക്കട്ടെ. പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ വിഷ്വൽ വൈബ്സിന്റെ എല്ലാവിധ ആശംസകളും. ഹാപ്പി ജേർണി. ഓക്കെ ബ്രോ, ശരി.